അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് കരുതി എടുത്തതല്ല, എന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാനും എടുത്ത കേട്ടോ. അതായത് വാഴ നനയുമ്പോൾ ചീരയ്ക്കും ഒരു വളാവല്ലോ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിതാ കുറേ നാളുകൾക്ക് ശേഷം ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തോ ഇന്ന് അങ്ങനെ ഒരു തോന്നുന്നു. സത്യം പറഞ്ഞാൽ നല്ല തലവേദന കേട്ടോ. തലവേദന കൊണ്ട് അങ്ങോട്ട് സെറ്റാവണില്ല. അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ വെച്ച് അങ്ങനെ നടക്കണം. തലവേദനയാണെങ്കിലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാട്ടോ. ആകെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ക്ലീൻ ആയിട്ട്. ജസ്റ്റ് വെള്ളം വാരി ഒഴിക്കും, അത്രേനേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഡീപ്പ് ക്ലീനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഇങ്ങോട്ട് എടുത്തു. ഞാൻ കഴുകിയെടുത്ത് അപ്പുറം എത്തി അടുത്ത ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും മക്കൾ അവിടെ എന്തായാലും ചെളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് ഈ വൈപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് പോകും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരം. പിന്നെ അപ്പുറം രണ്ട് സൈഡും ചെറിയ തെണ്ണുണ്ട്. അപ്പോൾ അവിടെ സോപ്പും കൊണ്ട് വെള്ളം കലക്കി അങ്ങോട്ട് ഒഴിച്ച് അടിച്ച് കഴുകിയെടുത്ത് നമ്മളത് പഴയ വീടായിരുന്നു, അത് പുതുക്കിയെടുത്തതായിരുന്നു കേട്ടോ. പഴയ ചെറിയ കോലായികളാട്ടോ. ഇങ്ങനെ പഴയ വീടുള്ളവർക്കൊക്കെ അറിയായിരുന്നു പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമായി. നമ്മൾ അപ്പുറം സൈഡിൽ കൊണ്ടിട്ട് ഇതേമാതിരി ചെറിയ രണ്ട് കോലായികൾ. അപ്പോൾ ഇരിക്കാൻ ഭാഗത്തിനൊക്കെ നല്ല ഇതാട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും ഒക്കെയും വേനൽക്കൊക്കെ പുറത്തിറങ്ങിയിരുന്നാലേ നല്ല സുഖം, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അലക്കി വെച്ച തുണിയൊക്കെ നമുക്ക് വിരിച്ചിടാം. ഈ വിരിച്ചിടുന്നതിനേക്കാളും പാടാണ് നമുക്കതെടുത്ത് മടക്കി വെക്കാൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മടിയാണ് തുണി മടക്കി വെക്കാൻ. എന്തായാലും മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല കുട്ടിയാവാനായി നമുക്ക് ആ പഴയ റൂട്ടീനിലേക്ക് വരാമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ കുട്ടപ്പന്മാരെ ചെരുപ്പുകളുണ്ട് കേട്ടോ. കുറേ നാളായി കഴുകണം എന്ന് എഴുതി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കഴുകാൻ പോയി. അപ്പോൾ എന്തായാലും അവരെയും കൂടെ കൂട്ടി. അങ്ങനെ അവരങ്ങനെ വെറുതെ ഇരിക്കേണ്ട, വെറുതെ ഇരുന്ന് എന്തെങ്കിലും പണി ഒപ്പിക്കും. എന്നാൽ പിന്നെ ചെരുപ്പ് കഴുകാൻ കൂടാന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ. കൂടെ പറ്റുന്ന പോലെ. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് വെട്ടിയാലേ രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിരിക്കും. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ ഇവർ ഉറങ്ങിയിട്ട് എടുക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോഴേക്കും ചിലപ്പോൾ നമ്മളെ മൈൻഡ് മാറും. ആ ഒറ്റ മൈൻഡിൽ എടുത്തു കഴിഞ്ഞാലേ എല്ലാം നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ അതൊക്കെ കിണറിൻ്റെ സൈഡ് കൊണ്ടുവച്ചിട്ട് അവിടെ നല്ല വെയിലായിരുന്നു. പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ കുറേ തുണികളൊക്കെ പായ വിരിച്ചിട്ട് അങ്ങനെ വിരിച്ചിട്ടിട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് വലിയ ടാസ്ക്. ചുറ്റിനുള്ള പുല്ലൊക്കെ ചെത്തി വെടുപ്പാക്കി എടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം കാടും ചപ്പൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ചൂല് വെച്ച് അടിച്ച് വാരി എടുത്തതാണ് നമ്മളെ അമ്മ കൊണ്ടുവച്ച വാഴയായിട്ട്. അത് കുലച്ച് വന്നിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കത്. അപ്പോൾ അതാണ് ഞാൻ ഈ കുട്ടികൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കട്ടെ. അപ്പോൾ എല്ലാ ജന്തുക്കളും വന്ന് ടച്ച് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് വൃത്തിയാക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ മക്കളെയും കൊണ്ട് അടുക്കളയിൽ കട്ടാസാണ്. ഇതേപോലെ നിങ്ങളെ കൂടെ നിൽക്കുന്ന കുട്ടിക്കുറുമ്പന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ അപ്പയ്ക്കൊരു കോള് വന്നു. അപ്പോൾ ഞാൻ അമ്പൂടിനോട് പറയുക കോള് നോക്കുന്നത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഊര് ചുറ്റലൊക്കെ കഴിഞ്ഞ് വന്നു. അതായത് ഇറ്റുവിനെ ഡാൻസ് പഠിപ്പിക്കാണ്. നമുക്ക് പഠിപ്പിച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് അരച്ച് വെച്ച ഉഴുന്നൊക്കെ ഒന്ന് സെറ്റാക്കി. അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ശകലം ഗോതമ്പൊടി ഇട്ടാട്ടോ സെറ്റാക്കിയിട്ട്. അപ്പോഴേക്ക് നല്ല മഴയും നല്ല ചൂട് ഉഴുന്നുവടയും ഒരു ഗ്ലാസ് പാൽ ചായയും കുടിച്ച് അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് ആ മക്കളവിടെ നല്ല തകൃതിയായിട്ട് കളിക്കട്ടോ. അപ്പോൾ അവരുടെ കളിയും കണ്ട് കുറച്ച് നേരം അങ്ങനെ